ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന വേർതിരിവില്ലാത്തതാണ്. ഓരോ അംഗവും വിവിധ വിഷയങ്ങളിൽ ഭരണ നിർവഹണം നടത്തുന്ന ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും നിർവഹണം നടത്തുന്നതും ഭരണസമിതികളാണ്. അതിനാൽ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും വിശാല താൽപ്പര്യം മുൻനിർത്തി നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനുമായി എല്ലാ ജനപ്രതിനിധികൾക്കും തദ്ദേശഭരണ സ്ഥാപനത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയേണ്ടതാണ്. അതിന് തയ്യാറാകണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. കഴിഞ്ഞ പുതുവർഷം ഒരു മഹാദുരന്തമുഖത്തു നിന്നും നാം കരകയറി വരുന്ന സമയമായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് 2025 നമ്മൾ കടന്നു വന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റ മനസ്സോടെയാണ് ദുരന്തബാധിതരോട് ചേർന്ന് നിന്നത്. 2026 കടക്കുന്നത് മറ്റൊരു അനുഭവമായാണ്. ആ ജനതയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഏറ്റവും നല്ല നിലയിൽ വാസസ്ഥലങ്ങൾ ഒരുക്കാൻ കഴിയുന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഓരോ മലയാളിയും. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ടൗൺഷിപ്പ്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രത്യേക അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ 35 ക്ലസ്റ്ററുകളിലായാണ് ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ ക്ലസ്റ്ററിലും കുട്ടികൾക്ക് കളിക്കുന്നതിന്, മുതിർന്നവർക്ക് ഒത്തുകൂടുന്നതിന് ആവശ്യമായ പൊതു ഇടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 11.4 കിലോമീറ്റർ റോഡ്, ഭൂഗർഭ വൈദ്യുതി വിതരണ ശൃംഖല, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള കുടിവെള്ള ടാങ്കും വിതരണ ശൃംഖലയും. ഇതുകൂടാതെ ഓരോ വീട്ടിലും 1000 ലിറ്റർ കുടിവെള്ള ടാങ്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, മാർക്കറ്റ്, അംഗൻവാടി, കമ്മ്യൂണിറ്റി ഹാൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ, പൊതുജനാരോഗ്യ കേന്ദ്രം, മെമ്മോറിയൽ, ഓരോ വീട്ടിലും സൗരോർജ പ്ലാന്റ്. ഇങ്ങനെ ആവശ്യമായ സൗകര്യങ്ങൾ ടൗൺഷിപ്പിൽ ഉണ്ടാകും. 207 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. ബാക്കി വീടുകളുടെ തറകെട്ടുന്ന പണി, കോൺക്രീറ്റ് ഭിത്തി, തേപ്പ്, ടൈൽ പാകൽ, പെയിൻറ്റിങ് എന്നിവ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. 3.9 കിലോമീറ്റർ നീളത്തിൽ റോഡിൻ്റെ പ്രാരംഭ പണി പൂർത്തിയായി. കുടിവെള്ള ടാങ്കിൻ്റെ റാഫ്റ്റ് വാർക്കൽ കഴിഞ്ഞു. 1600ഓളം ജീവനക്കാർ രാപ്പകൽ ഭേദമന്യേ ജോലി ചെയ്യുകയാണ്. ഉണ്ടായ കാലവർഷം അവിടെ കനത്ത രീതിയിലുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ പണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 58 ഘട്ടങ്ങളിലായി
ഗുണമേന്മ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് അനുമതി നൽകുന്നത്. 20 വർഷത്തോളം വാറണ്ടിയുള്ള വിപണിയിൽ ഏറ്റവും മികച്ച സാധന സാമഗ്രികളാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സിമൻറ്റ്, മണൽ, മെറ്റൽ, കമ്പി മുതലായവ നിർമ്മാണ സ്ഥലത്ത് സജ്ജീകരിച്ചിട്ടുള്ള ലാബിലെ ടെസ്റ്റ് കൂടാതെ സ്വതന്ത്ര മൂന്നാം കക്ഷിയുടെ പരിശോധന കൂടി നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത്. മുഴുവൻ നിർമ്മാണങ്ങൾക്കും 5 വർഷത്തേക്ക് കേടുപാടുകളിൽ നിന്നും കരാറുകാർ സംരക്ഷണം നൽകും. 300ഓളം വീടുകളും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ച് 1ാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന തത്വം ഉൾക്കൊണ്ട് ഓരോ ദുരന്തബാധിതനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുന്നതിനായുള്ള സമഗ്ര പുനരധിവാസമാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 2026 ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഭവനമില്ലായ്മയെ മറിച്ച് കടക്കലാണ്. ഇതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിൽ 5-ൽ 1 പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുകയാണ്. മതിയായ പാർപ്പിട സൗകര്യങ്ങളില്ലാത്തവർ ലോകത്ത് ഏകദേശം 160 കോടിയോളം വരും എന്നാണ് കണക്ക്. ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരെ മുതൽ സ്വന്തം ഭൂമിയിൽ തുടങ്ങിവെച്ച വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരെ കൂടി ഉൾപ്പെടുത്തി ഭവനരാഹിത്യം എന്ന പ്രശ്നത്തെ അതിൻ്റെ സമഗ്രതയിൽ അഭിസംബോധന ചെയ്യുകയാണ് ലൈഫ് പദ്ധതിയിലൂടെ നാം ചെയ്തത്. രാജ്യത്തെ പല ഭവന പദ്ധതികളും നാമമാത്രമായ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയിരുന്നത്. ആവാസയോഗ്യമായ വീട് പണിയണമെങ്കിൽ പണം മറ്റ് വഴികളിലൂടെ കണ്ടെത്തേണ്ട സ്ഥിതി. ലൈഫ് മിഷന് കീഴിൽ വീട് നിർമ്മിക്കാൻ പര്യാപ്തമായ തുക യാഥാർത്ഥ്യബോധത്തോടെ കണക്കാക്കി അത് കൈമാറുകയാണ് ചെയ്തത്. ഭവന നിർമ്മാണത്തിന് 4 ലക്ഷം രൂപ നൽകുന്നു. അതുമാത്രമല്ല, നിർമ്മാണ സാമഗ്രികൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തൊഴിലാളികളെ ലഭ്യമാക്കിയുമെല്ലാം ഭവന നിർമ്മാണത്തെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്.